തീരദേശ മണ്ണിൽ അപൂർവമായി വളരുന്ന കംബോഡിയൻ മുന്തിരി വിളയിച്ച് ശ്രദ്ധേയനാവുകയാണ് തൃശൂർ കയ്പമംഗലം സ്വദേശി നാസർ. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി കൃഷി ചെയ്യുന്ന നാസറിന്റെ മുന്തിരിത്തോട്ടത്തിലെത്തിയാൽ ഇപ്പോൾ കാണാനാകുന്നത് നിറയെ മുന്തിരിക്കുലകളാണ്. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരി തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. 1 വർഷത്തോളം കഴിഞ്ഞിട്ടും തൈകളിൽ കായ്ഫലം ഉണ്ടായില്ല. ഇതിനിടെ ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്തു. കൃഷി അവസാനിപ്പിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് പുതിയ തളിരുകൾ പൊട്ടിവന്നത്. പിന്നീട് അതിവേഗം മുന്തിരിവള്ളികൾ വളർന്നു. ഓരോ കുലയിലും 1000-ലധികം മുന്തിരികളാണ് ഉള്ളത്. ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താമെന്ന് നാസർ പറയുന്നു. ഇത് പന്തലിച്ച് 1 കൊല്ലം കഴിഞ്ഞിട്ടും കായ്ച്ചേരുന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാണ്ടായപ്പോൾ ഞാൻ ഡ്രൂൺ ചെയ്ത് ഫുള്ള് ഇലകളും കഴിഞ്ഞ് മെയിൻ തണ്ടുമെന്ന് വരുന്ന ശിഖരങ്ങൾ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്തപ്പോഴും പിന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് പിന്നെ അതുപോലെ പഴയതുപോലെ പന്തലിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴും കായ്ക്കുന്നു, അപ്പോഴും കായ്ച്ചില്ല. തൈ വെച്ച സ്ഥലത്ത് നിന്ന് ഒരു പുതിയൊരു തൈ മുളച്ച് വന്ന് അതുമെന്ന് ഈ കാണുന്ന ഫസ്റ്റ് ഒരു 6 അടി ആയപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലവറിങ് ഉണ്ടായി. അങ്ങനെ ഒരു 12 ഫ്ലവറിങ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലീഫ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-50ഓളം മുന്തിരിക്കൊലകൾ ഉദ്ദേശിപ്പുണ്ട് ഇവിടെ. കൃഷിയോടുള്ള താല്പര്യമാണ് നാസറിനെ വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗങ്ങളുടെ ചെടികളാണ് നാസർ ഇതിനോടകം പരിപാലിക്കുന്നത്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാവുകയാണ്. കഴിഞ്ഞ കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിച്ചിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.